ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും പുതിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ബ്രഹ്മയുഗം. തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഒരു വർഷത്തിന് ശേഷം സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റഴിക്കപ്പെട്ട സിനിമ ഇപ്പോഴത്തെ ഏഷ്യാനെറ്റിലെ ടെലിവിഷൻ പ്രീമിയറിനായിട്ട് ഒരുങ്ങുകയാണ്. ഈ മാർച്ച് 30 വൈകിട്ട് 4 മണിക്കാണ് സിനിമയുടെ ടെലിവിഷൻ പ്രീമിയർ. ബ്രഹ്മയുഗത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയിൽ പ്രണവ് മോഹൻലാൽ ആണല്ലോ നായകനായിട്ട് എത്തുന്നത്. മിസ്റ്ററി ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബ്രഹ്മയുഗത്തിന്റെ അതേ സെയിം ക്രൂ ഭാഗമാകുന്നു എന്ന് നേരത്തെ തന്നെ റൂമേഴ്സ് ഉണ്ടായിരുന്ന സിനിമയിൽ ഇപ്പോഴത്തെ ബ്രഹ്മയുഗത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസായ വയനാട് സ്റ്റുഡിയോസ് ആണ് പ്രണവ് നായകനെത്തുന്ന സിനിമ നിർമ്മിക്കുന്നത് എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഏപ്രിൽ 2 വടകരയിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ടൊരുങ്ങുന്ന സിനിമ നല്ല സിനിമയാണെങ്കിൽ ബ്രഹ്മയുഗത്തിന്റെ ഫൈനൽ കളക്ഷൻ മറികടക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ബ്രഹ്മയുഗത്തിന്റെ പ്രഖ്യാപനം പോലെ ഒരു ഒഫീഷ്യൽ വമ്പൻ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ വരും. കാത്തിരിക്കും അതിന്റെ അപ്ഡേറ്റിനായിട്ട്. ആലപ്പുഴ ജിംഖാന നസ്ലൻ നായകനെത്തുന്ന ഏറ്റവും പുതിയ ഖാലിദ് റഹ്മാന്റെ സിനിമയാണ്. 8 ഗാനങ്ങളുള്ള സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ നാളെ വൈകിട്ട് തിങ്ക് മ്യൂസിക് യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വരുന്നതാണ്. ഏപ്രിൽ 10 വിഷു റിലീസായിട്ടാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഈ മാസം അവസാനത്തോടെ എമ്പുരാനോടൊപ്പം ഒരു മലയാളം സിനിമ ക്ലാഷ് റിലീസായിട്ട് എത്തുന്നു. അത് സൈജുക്കുറുപ്പ് നായകനെത്തുന്ന അഭിലാഷം എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ നാളെ വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. മാർച്ച് 29 ശനിയാഴ്ച ദിവസമായിരിക്കും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക. ഈ വർഷത്തിലെ വമ്പൻ ബോളിവുഡ് സിനിമകളിൽ ഒന്നാണല്ലോ ഹൃതിക് റോഷനും ജൂനിയർ NTRഉം പ്രധാന റോളുകളിലെത്തുന്ന വാർ 2. സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസായ YRF ഒരിക്കൽ കൂടി സിനിമയുടെ റിലീസ് തീയതി അറിയിച്ചിരിക്കുകയാണ്. അത് പ്രകാരം ഓഗസ്റ്റ് 14 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. വീരാധീര സൂരൻ ചിയാൻ വിക്രമിന്റെ അടുത്ത് പ്രതീക്ഷ വയ്ക്കാവുന്ന സിനിമയാണല്ലോ. മാർച്ച് 27 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ കേരള പ്രൊമോഷന്റെ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ തിരുവനന്തപുരത്ത് വരുന്ന മാർച്ച് 24 ചിയാൻ വിക്രം സുരാജ് വെഞ്ഞാറമൂട് അടങ്ങിയ സംഘം പ്രേക്ഷകരെ കാണാനായിട്ട് എത്തുമെന്നാണ് വിവരം. ട്രെയിലർ ഉടനെ പുറത്തു വരുന്നതാണ്. അവസാനത്തേത് ലാലേട്ടന്റെ നായകനയ്ക്ക് സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വത്തിന്റെ അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ അങ്ങനെ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. 30-ൽ പരം ദിവസങ്ങൾ ഉണ്ടായിരുന്ന സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം ഇടുക്കിയിലാണ് പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നത്. ഇനി എമ്പുരാന്റെ പ്രൊമോഷനിലേക്ക് ലാലേട്ടൻ കടക്കുകയാണ്. എമ്പുരാന്റെ റിലീസിന് ശേഷമായിരിക്കും ഹൃദയപൂർവ്വത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ആരംഭിക്കുക. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.